നമസ്കാരം. മലയാളി വാർത്തയിലേക്ക് സ്വാഗതം. ഈങ്ങാമ്പുഴയിൽ ഭാര്യയെ വെട്ടിക്കൊലപ്പെടുത്തുകയും ഭാര്യയുടെ മാതാപിതാക്കളെ വെട്ടിപ്പരിക്കേൽപ്പിക്കുകയും ചെയ്ത് ഒളിവിൽ പോയ പ്രതി യാസർ കസ്റ്റഡിയിലായത് കഴിഞ്ഞ ദിവസമാണ്. നാട്ടുകാരുടെ കരുതലിലാണ് ഇപ്പോൾ പ്രതിയെ വളരെ വേഗത്തിൽ തന്നെ പിടികൂടാനായിട്ട് സാധിച്ചത്. ഇതും മയക്കുമരുന്ന് അടിമയ്ക്കായിട്ടാണ് ഇത്തരത്തിൽ അതിക്രൂരമായ കൊലപാതകം യാസിർ ചെയ്തിരിക്കുന്നത് എന്നാണ് റിപ്പോർട്ടുകളടക്കം പുറത്തുവരുന്നത്. കോഴിക്കോട് മെഡിക്കൽ കോളേജ് പാർക്കിംഗ് ഏരിയയിൽ നിന്നാണ് യാസിർ പിടിയിലായത്. മയക്കുമരുന്ന് ലഹരിയിലാണ് ആക്രമണമെന്നാണ് പറയുന്നത്. ആക്രമണത്തിന് ശേഷം രക്ഷപ്പെട്ട കാറിൽ തന്നെയാണ് മെഡിക്കൽ കോളേജിലെത്തിയത്. കാറിന്റെ നമ്പർ പോലീസ് പ്രചരിപ്പിച്ചിരുന്നു. കാറിന്റെ നമ്പർ മനസ്സിലാക്കിയ നാട്ടുകാരാണ് ഇയാളെ പിടികൂടിയത്. ഉടൻ മെഡിക്കൽ കോളേജ് പോലീസ് എത്തി കസ്റ്റഡിയിലെടുക്കുകയായിരുന്നു. നോമ്പ് തുറക്കുന്ന സമയം കാറിലെത്തിയാണ് യാസിർ ഭാര്യയായിട്ടുള്ള ഷിബിലയ്ക്കും കുടുംബത്തിനു നേരെ ആക്രമണം നടത്തിയത്. പ്രതി പിന്നീട് ആ വീട്ടിൽ നിന്ന് ഇവരെ ആക്രമിച്ചതിന് ശേഷം രക്ഷപ്പെടുകയായിരുന്നു. പണം നൽകാതെ പെട്രോൾ അടിച്ച് അവിടെ നിന്നും മുങ്ങുകയും ചെയ്തു. യാസിർ കരുതിക്കൂട്ടിയാണ് ആക്രമണത്തിനെത്തിയതെന്നാണ് പ്രാഥമികമായിട്ടുള്ള നിഗമനം. പുതുതായി വാങ്ങിയ കത്തിയുമായാണ് യാസിർ ഭാര്യ വീട്ടിലേക്ക് എത്തിയത്. നോമ്പുതുറ സമയം തന്നെ ആക്രമണത്തിന് തെരഞ്ഞെടുത്തത് അപ്പോൾ ആൾപെരുമാറ്റം കുറയുമെന്ന ധാരണയിലാണെന്നും പോലീസ് സംശയിക്കുന്നുണ്ട്. രാത്രി മെഡിക്കൽ കോളേജ് കാഷ്വാലിറ്റി പരിസരത്ത് വെച്ച് പിടിയിലായ യാസിറിനെ പുലർച്ചെ 1 മണിയോടെ താമരശ്ശേരി പോലീസിന് കൈമാറി. കനത്ത സുരക്ഷയിലാണ് പ്രതിയെ താമരശ്ശേരിയിലേക്ക് കൊണ്ടുപോയത്. വിശദമായി ചോദ്യം ചെയ്യുന്നത് തുടരുകയാണ് പോലീസ്. ചൊവ്വാഴ്ച രാത്രിയോടെയാണ് പ്രതി യാസിർ ഭാര്യ ഷിബില, മാതാപിതാക്കളായ അബ്ദുറഹ്മാൻ, ഹസീന എന്നിവരെ ആക്രമിച്ചത്. കഴുത്തിന് വെട്ടേറ്റ യാസിറിന്റെ ഭാര്യ ഷിബില ആശുപത്രിയിൽ എത്തിച്ചതിന് പിന്നാലെ തന്നെ മരിക്കുകയായിരുന്നു. ഇയാൾ ലഹരിക്കടിമയായിരുന്നു. മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചിരിക്കുന്ന അബ്ദുറഹ്മാന്റെ ആരോഗ്യനില ഗുരുതരമാണ്. ഹസീനയെ താമരശ്ശേരി താലൂക്ക് ആശുപത്രിയിലാണ് പ്രവേശിപ്പിച്ചിരിക്കുന്നത്. കാര്യമായ പരിക്കുകൾ അവർക്കില്ല. മയക്കുമരുന്ന് മാഫിയയുടെ ക്രൂരതയുടെ രക്തസാക്ഷിയാണ് ഇപ്പോൾ ഈ ഒരു പെൺകുട്ടി കൂടി. ഒരുപാട് ഇത്തരത്തിലുള്ള വാർത്തകളാണ് നമ്മൾ കേൾക്കുന്നത്. മയക്കുമരുന്നിന് അടിമയായി സമതല തെറ്റി സ്വന്തം അമ്മയെന്നോ പെങ്ങളെന്നോ ഭാര്യയെന്നോ ഇല്ലാതെ അവരെയൊക്കെ ആക്രമിക്കുന്ന ഒരു കാലഘട്ടത്തിലാണ് നമ്മളിപ്പോൾ ജീവിക്കുന്നത്. കുട്ടികളിൽ പോലും വളരെ സുലഭമായി ഇത്തരത്തിൽ മയക്കുമരുന്നുകൾ ലഭിക്കുന്നുണ്ട് എന്നുള്ളതാണ് ഏവരെയും ഞെട്ടിക്കുന്നത്. ഏതായാലും ഈ പറയുന്ന പ്രതിയും മയക്കുമരുന്ന് മാഫിയയുടെ ഒരു സംഘത്തിൽപ്പെട്ട ആളാണ്. മയക്കുമരുന്നിന് അടിമയാണെന്നാണ് പോലീസ് അടക്കം പറയുന്നത്. ഒരുപക്ഷെ പോലീസ് ഇടപെട്ടിരുന്നുവെങ്കിൽ ജീവൻ രക്ഷിക്കാമായിരുന്നു എന്നാണ് ജനങ്ങളുടെ ഭാഗത്തു നിന്ന് ഉയരുന്ന അഭിപ്രായം. കൊല്ലപ്പെട്ട ഷിബില ദിവസങ്ങൾക്ക് മുമ്പ് യാസിറിനെതിരെ പോലീസിൽ പരാതി നൽകിയിരുന്നു. പ്രതി യാസിർ ലഹരി ഉപയോഗിച്ച് നിരന്തരം തന്നെ ആക്രമിക്കാറുണ്ട് എന്നതടക്കം ചൂണ്ടിക്കാട്ടിയായിരുന്നു പരാതി നൽകിയത്. എന്നാൽ പരാതിയിൽ കാര്യമായ നടപടിയൊന്നും പോലീസ് എടുത്തില്ല എന്നാണ് പരാതി. പതിവ് പോലെ പറഞ്ഞു തീർത്തുവിട്ടു. 2020 യാസിറിന്റെയും ഷിബിലയുടെയും വിവാഹം നടന്നത്. ഇവരുടെയും പ്രണയ വിവാഹമായിരുന്നു. പിന്നീട് യാസിർ ആക്രമിക്കുകയും തെറിവിളിക്കുകയും ചെയ്യുന്നത് പതിവായെന്നും ഷിബിലയുടെ പരാതിയിൽ പറയുന്നുണ്ട്. പലപ്പോഴും മധ്യസ്ഥ ചർച്ചയിലൂടെയാണ് കുടുംബം മുൻപോട്ട് പോയത്. അത് നമ്മൾ ഇന്ന് കണ്ടുവരുന്ന ഒരു തരം കാര്യമാണ്. എന്തെങ്കിലും പ്രശ്നങ്ങൾ, ഭാര്യയും ഭർത്താവും തമ്മിലുള്ള പ്രശ്നങ്ങൾ, അതൊരുപക്ഷെ വളരെ ഗുരുതരമായിട്ടുള്ള പ്രശ്നമാണെന്ന് ഭാര്യ ഉന്നയിച്ചു വന്നാലും എങ്ങനെയും അഡ്ജസ്റ്റ് ചെയ്ത് അവന്റെ കൂടെ പോകണം, അല്ലെങ്കിൽ അതൊരു മധ്യസ്ഥ ചർച്ച വെച്ച് എങ്ങനെയും അതൊക്കെ പരിഹരിച്ചു വിട്ട് വീണ്ടും ആ ഒരു ആക്രമണത്തിലേക്ക്, അല്ലെങ്കിൽ വീണ്ടും ആ ഒരു ക്രൂരതയുടെ മുഖത്തേക്ക് തന്നെ ഈ ഒരു പെൺകുട്ടിയെ തള്ളിവിടുന്ന പല സംഭവങ്ങൾ പലപ്പോഴായിട്ട് ഉണ്ടായിട്ടുണ്ട്. തന്റെ സ്വർണം പണയം വെച്ചെടുത്ത പണം കൊണ്ട് യാസിർ പലപ്പോഴും ലഹരി ഉപയോഗിച്ചുവെന്നും മറ്റു ദൂർത്തടിക്കുകയും ചെയ്തിരുന്നതായും, ലഹരി ഉപയോഗിച്ചാണ് തന്നെ ആക്രമിച്ചിരുന്നതെന്നും ഷിബിലയുടെ പരാതിയിൽ കൃത്യമായി പറഞ്ഞിട്ടും യാതൊരു തരത്തിലുള്ള നടപടിയും ഇപ്പോൾ ഷിബില കൊല്ലപ്പെടുന്നത് വരെ എടുത്തില്ല എന്നുള്ളതാണ് മറ്റൊരു കാര്യം. നിരന്തരമുള്ള മർദ്ദനം സഹിക്കവയ്യാതെയാണ് ഷിബില ദിവസങ്ങൾക്ക് മുമ്പ് സ്വന്തം വീട്ടിലേക്ക് എത്തിയത്. ഒരുപക്ഷെ അവിടെ ഇനിയും താൻ തുടർന്ന് നിന്ന് കഴിഞ്ഞാൽ കൊല്ലപ്പെടുമെന്നുള്ള ഒരു ഭീതി കാരണമായിരിക്കാം ഷിബില സ്വന്തം വീട്ടിലേക്ക് മടങ്ങിയെത്തിയത്. തന്റെയും മകളുടെയും വസ്ത്രം ഭർത്തൃ വീട്ടിൽ നിന്ന് തിരിച്ചെടുക്കാൻ അനുവദിക്കണമെന്നടക്കം ചൂണ്ടിക്കാട്ടിയാണ് ഷിബില പരാതി നൽകിയത്. പോലീസ് യാസിറിനെ സ്റ്റേഷനിലേക്ക് വിളിപ്പിച്ചു വരുത്തി, പക്ഷേ ഒന്നും ചെയ്തില്ല. ലഹരി മാഫിയയുടെ സ്വാധീനമാണ് ഇതിൽ തെളിഞ്ഞത്. ഷിബിലയുടെ പരാതിക്ക് പിന്നാലെ യാസിർ ഇവരുടെ വസ്ത്രങ്ങൾ, വീട്ടിലുണ്ടായിരുന്ന മറ്റുള്ള വസ്ത്രങ്ങളെല്ലാം തന്നെ കൂട്ടിയിട്ട് കത്തിക്കുകയും അത് സ്റ്റാറ്റസ് ആക്കുകയും ചെയ്തിരുന്നു. ഏറെക്കാലമായി കുടുംബവുമായി പ്രശ്നത്തിലായിരുന്നു യാസിർ. ഭർത്താവിനെതിരെ ഷിബില കഴിഞ്ഞ മാസം 28 പോലീസിൽ പരാതി നൽകിയത്.
സ്വർണം പണയം വെച്ചും പണം പലിശയ്ക്കെടുത്തും ദൂർത്തടിച്ചെന്നും പരാതിയിലുണ്ട്. രാസലഹരിക്ക് അടിമയായ യാസറിന്റെ ഉപദ്രവം സഹിക്കവയ്യാതെയാണ് ഷിബില സ്വന്തം കുഞ്ഞിനെയും കുട്ടി അടിവാരത്തെ വാടക വീട്ടിൽ നിന്ന് കക്കാട്ടെ സ്വന്തം വീട്ടിലേക്ക് എത്തിയതെന്നും അയൽവാസിയായ വർഗീസ് അടക്കം ഇപ്പോൾ പറഞ്ഞുകൊണ്ട് വരുന്നുണ്ട്. കുറച്ചു നാളായി ഇരുവരും അകന്നു കഴിയുന്നതിനാൽ കുഞ്ഞിന്റെ പിറന്നാളിലെ യാസറെ വിളിച്ചിരുന്നില്ല. ഈ ദേഷ്യത്തിൽ ഷിബിലയുടെ വസ്ത്രങ്ങൾ മുഴുവൻ യാസർ കത്തിച്ചു കളഞ്ഞെന്നും അതിന്റെ ദൃശ്യങ്ങൾ വാട്സപ്പ് വഴി അയച്ചു കൊടുത്തെന്നും അതുപോലെ തന്നെ നേരത്തെ പറഞ്ഞ പോലെ സ്റ്റാറ്റസ് ഇട്ടിരുന്നെന്നാണ് അയൽവാസിയായിട്ടുള്ള വർഗീസ് ഇപ്പോൾ പറയുന്നത്. മാത്രമല്ല ഈ ഒരു പെൺകുട്ടി മരിച്ചിട്ടുള്ള ഷിബില എന്ന് പറയുന്ന യുവതിയുടെ വിവിധ സർട്ടിഫിക്കറ്റുകൾ ഇങ്ങനെ നഷ്ടപ്പെടുമെന്ന പേടിയുള്ളതിനാൽ കുടുംബം ആവശ്യപ്പെട്ട പ്രകാരം യാസറുമായി സംസാരിച്ചിരുന്നു. എന്നാൽ ഒരു വിധത്തിലും അനുനയത്തിന് തയ്യാറായില്ലെന്ന് വർഗീസ് പറഞ്ഞു. ഷിബിലയെ മർദ്ദിച്ചിരുന്നതായി യാസർ സംസാരത്തിനിടെ സമ്മതിച്ച കാര്യവും അയൽവാസിയായ വർഗീസ് മാധ്യമങ്ങളോട് തുറന്നു പറഞ്ഞിട്ടുണ്ട്. ഏതായാലും അതിക്രൂരമായിട്ട് 2020 വിവാഹം കഴിയുന്നത്. പ്രണയ വിവാഹമായിരുന്നു. അവിടെ അങ്ങോട്ടുള്ള ഈ ഒരു വർഷം മുഴുവൻ ഇത്രയും കാലം കൊല്ലപ്പെടുന്നത് വരെ പലപ്പോഴായിട്ട് ഷിബില അതിക്രൂരമായിട്ടുള്ള പീഡനങ്ങളും മർദ്ദനങ്ങളുമാണ് യാസറിൽ നിന്ന് ഏറ്റുവാങ്ങിയിട്ടുണ്ടായിരുന്നു എന്നുള്ളത് സൂചിപ്പിക്കുന്നതാണ് ഇപ്പോൾ അയൽക്കാരന്റെ കൂടി മൊഴി പുറത്തു വരുന്നതിൽ നിന്ന് മനസ്സിലാകുന്നത്. ഒടുവിൽ സഹിക്കവയ്യാതെയാണ് ഇത്രയും വർഷം പിടിച്ചു നിന്ന് ഒട്ടും സഹിക്കവയ്യാതെയാണ് ഷിബില സ്വന്തം വീട്ടിലേക്ക് പോയത്. അവിടെ എത്തിയാണ് പ്രതി ഇത്തരത്തിൽ ആക്രമണം അഴിച്ചുവിട്ടിരിക്കുന്നത്. പരിക്കേറ്റ ഭാര്യയുടെ അച്ഛൻ അബ്ദുറഹ്മാനും അമ്മ ഹസീനയും കോഴിക്കോട് മെഡിക്കൽ ആശുപത്രിയിൽ ചികിത്സയിൽ തുടരുകയാണ്. മരിച്ച ഷിബിലയുടെ പോസ്റ്റ്മോർട്ടം നടപടികൾ ഇന്ന് പൂർത്തിയാക്കും. ഇന്നലെ രാത്രി മെഡിക്കൽ കോളേജ് കാഷ്വാലിറ്റി പരിസരത്ത് വെച്ച് പിടിയിലായ യാസറിനെ പുലർച്ചെ 1 മണിക്കാണ് താമരശ്ശേരി പോലീസിന് കൈമാറിയത്. കനത്ത സുരക്ഷയിലാണ് പ്രതിയെ താമരശ്ശേരിയിലേക്ക് കൊണ്ടുപോയത്. വിശദമായി ചോദ്യം ചെയ്യുന്നത് തുടരുകയാണ് പോലീസ് എന്ന് അറിയിച്ചിട്ടുണ്ട്. ഇന്ന് ഫോറൻസിക് സംഘം സംഭവം നടന്ന കക്കാട്ടെ വീട്ടിലെത്തിയിട്ട് പരിശോധന നടത്തും. കനത്ത പോലീസ് സുരക്ഷയിലാണ് യാസറിനെ ഇപ്പോൾ മാറ്റിയിരിക്കുന്നത്. കേസുമായി ബന്ധപ്പെട്ട് വിശദമായിട്ടുള്ള ചോദ്യം ചെയ്യലുകളെല്ലാം തന്നെ പുരോഗമിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇതിനിടെ നേരത്തെ മാതാവിനെ വെട്ടിക്കൊലപ്പെടുത്തിയ പ്രതിയായിട്ടുള്ള ആഷിഖുമായി യാസറിന് ബന്ധമുണ്ടെന്ന് തെളിയിക്കുന്ന ഫോട്ടോകൾ വന്നിട്ടുണ്ടായിരുന്നു. അന്ന് സ്വന്തം ഉമ്മയെ വെട്ടിക്കൊലപ്പെടുത്തിയ ആഷിഖും ലഹരിക്ക് അടിമയാണെന്ന് പോലീസ് പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഇത്തരത്തിൽ ലഹരി വാങ്ങാനായിട്ടും പണം ലഭിക്കാതെ വന്നതോടെയും മാനസിക നില തെറ്റിയതോടു കൂടിയിട്ടാണ് സ്വന്തം അമ്മയെ അതിക്രൂരമായി വെട്ടിക്കൊലപ്പെടുത്തിയത്. ഈ പിടിയിലായ യാസറിന്റെ അറസ്റ്റ് രേഖപ്പെടുത്തിയതിനു ശേഷം കോടതിയിൽ ഹാജരാക്കും. അതേസമയം ദാരുണമായി കൊല ചെയ്യപ്പെട്ട ഷിബിലയുടെ മൃതദേഹം മെഡിക്കൽ കോളേജ് മോർച്ചറിയിലേക്ക് മാറ്റി ഇൻക്വസ്റ്റ് നടപടികൾ പൂർത്തിയാക്കി പോസ്റ്റ്മോർട്ടത്തിന് ശേഷം മൃതദേഹം ബന്ധുക്കൾക്ക് വിട്ടു നൽകും. ഗുരുതരമായി വെട്ടേറ്റ ഷിബിലയുടെ പിതാവ് അബ്ദുറഹിമാൻ ഇപ്പോഴും മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ തീവ്രപരിചരണ വിഭാഗത്തിൽ ചികിത്സയിലാണ്. യാസറും ഷിബിലയും 5 വർഷം മുമ്പാണ് പ്രണയിച്ച് വിവാഹം കഴിച്ചത്. വിവാഹം കഴിഞ്ഞ് ഏതാനും മാസങ്ങൾക്ക് ശേഷം തന്നെ ഇരുവരുടെയും ജീവിതത്തിൽ പ്രശ്നങ്ങൾ ആരംഭിക്കുന്നതായാണ് ലഭിക്കുന്ന വിവരം. ലഹരി ഉപയോഗിച്ച ശേഷം വീട്ടിലെത്തുന്ന യാസർ ഷിബിലയെ ക്രൂരമായി മർദ്ദിക്കുക പതിവായിരുന്നു. തുടർന്ന് പലപ്പോഴും ഷിബില സ്വന്തം വീട്ടിലേക്ക് പേടിച്ച് പോവുകയും ചെയ്തിരുന്നു. ബന്ധുക്കൾ ഇടപെട്ട് പ്രശ്നം പരിഹരിച്ച് തിരിച്ചു പോകും. അതിനിടയിൽ വീണ്ടും ക്രൂരമർദ്ദനം തുടർന്നതോടെയാണ് കഴിഞ്ഞ ദിവസം ഷിബില സ്വന്തം വീട്ടിലേക്ക് ഇനി അവിടേക്ക് തിരിച്ചു പോകില്ല എന്ന ഒരു തീരുമാനമെടുത്ത് മടങ്ങിയെത്തിയത്. ഇന്നലെ രാവിലെ ഷിബിലയെ വീട്ടിലെത്തി കൊല്ലുമെന്ന് യാസർ ഭീഷണിപ്പെടുത്തിയിരുന്നു. പിന്നീട് ഉച്ചയോടെയാണ് വാട്സപ്പിൽ ഭീഷണി സന്ദേശം അയച്ചിരുന്നു. വൈകുന്നേരം പ്രദേശത്തെ നോമ്പുതുറയിൽ പങ്കെടുത്ത ശേഷമാണ് യാസർ ഷിബിലയുടെ വീട്ടിലെത്തി ഈ ഒരു ക്രൂരകൃത്യം ചെയ്തത്. അടുത്ത കാലത്തായി താമരശ്ശേരി മേഖലയിലടക്കം ലഹരി ഉപയോഗവും തുടർന്നുള്ള കൊലപാതകങ്ങൾ ഉൾപ്പെടെയുള്ള കുറ്റകൃത്യങ്ങൾ വർദ്ധിച്ചതോടെ വിവിധ മേഖലകളിൽ സർവകക്ഷി യോഗങ്ങൾ വിളിച്ചിട്ടുണ്ട്. ഇത്തരത്തിൽ ലഹരി മാഫിയ സംഘങ്ങൾക്കെതിരെ ശക്തമായ പ്രതിരോധം തീർക്കാനുള്ള നടപടികൾ ഊർജിതമാക്കാനാണ് തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളുടെയും നാട്ടുകാരുടെയും തീരുമാനം.